എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് 10 സ്വാഗതം ചെയ്യുന്നു. ഈ സുരക്ഷതയെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒട്ടനവധി അമ്മമാർ സ്കൂളിലേക്ക് പോകാറുണ്ട്. അതിൽ ചിലർ 2 കുഞ്ഞുങ്ങൾ കാണും, ചിലർ 1 കുട്ടികൾ കാണും. ഇവരെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് രാവിലെയാണ്. ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ്. ബസ്, കാർ, ഓട്ടോ വേണ്ട എല്ലാ രീതിയിലും തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഈ തിരക്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നാം വളരെ ശ്രദ്ധിക്കണം. ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങൾ 2 വീലറാണ് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് സ്കൂട്ടറായിരിക്കും കൂടുതലും സ്ത്രീകൾ ഉപയോഗിക്കുക. ഒരിക്കലും നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ വിടാൻ ഓൺ ദ വേ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ പോകരുത്. കാരണം തിരക്കുള്ള സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തിന് ഇന്ധനം ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സംഭവിക്കുന്നത് ഒരു 5-6 മിനിറ്റ് അവിടെ നഷ്ടപ്പെടും. ഈ സമയം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടും സ്കൂളിലേക്ക് എത്താൻ. സ്പീഡ് കിട്ടുമ്പോഴൊന്നും ആലോചിക്കുക, ഇത് 2 വീലറാണ്. വളരെ റിസ്ക് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ 2 വീലർ. ജസ്റ്റ് ഒന്ന് ഒരു ഷേക്ക് ഉണ്ടായാൽ അപ്പോൾ തന്നെ വണ്ടി മറിയും. ഇതൊഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കഴിയുന്നതും ചെയ്യാമെന്നുള്ളത്, വളരെ സാവധാനമായിരിക്കണം സ്കൂട്ടർ ഓടിക്കേണ്ടത്. അതിലുമുപരി സ്കൂളിലേക്ക് പോകുമ്പോൾ സാധാരണ സമയത്തതിനും 10 മിനിറ്റിന് മുമ്പ് നിങ്ങൾ പോയാൽ നിങ്ങൾ അനായാസം യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റും. കാരണം അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, സ്കൂട്ടർ ഓടിക്കുമ്പോൾ ബസ്, കാറ്, സ്കൂട്ടർ 3 വീലർ ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ പിന്നിൽ ക്ലോസ് അപ്പ് ചെയ്ത് വണ്ടി ഓടിക്കരുത്. കഴിയുന്നതും അറ്റ്ലീസ്റ്റ് ഒരു 40 to 50 മീറ്ററെങ്കിലും ദൂരെ ആയിരിക്കണം. കാരണം ഈ ഓട്ടോ, ബസ് ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് വണ്ടി ബ്രേക്ക് ചെയ്യും. ഈ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ 4 വീലർ ആകുമ്പോൾ 2 വീലറിനേക്കാളും വളരെ പെട്ടെന്നായി ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മറിച്ച് അത്രയും വേഗം 2 വീലറിന് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ അപകട സാധ്യത ഏറ്റവും കൂടുതലാണ്. അത് കാരണം കഴിയുന്നതും ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്താൽ, അവർ ബ്രേക്ക് പിടിച്ചാലും നിങ്ങൾക്ക് കുറച്ച് പരിശ്രമിച്ചാൽ ആ വണ്ടിയിൽ തട്ടാതെ ബ്രേക്ക് പിടിച്ച് നിങ്ങളുടെ വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് വളരെ ശ്രദ്ധിക്കണം. തിരിച്ച് കുട്ടികളെ ആക്കി വന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ആഫ്റ്റർനൂൺ നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ ആ സമയത്തായിരിക്കണം നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി ഇന്ധനം ഫില്ല് ചെയ്യേണ്ടത്. ഒരിക്കലും പോണ വഴിക്ക് ഇന്ധനം ഫില്ല് ചെയ്യാമെന്നുള്ള ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഒഴിവാക്കണം. കാരണം സുരക്ഷിതമാണ് ഏറ്റവും വലുത്. ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇൻഫൻറ്റ് സ്കൂളിൽ അയക്കുന്ന കൊച്ചു കുട്ടികളെ അയക്കുമ്പോൾ ചെയ്യേണ്ടത്, അമ്മയും കുഞ്ഞും ഇരിക്കുമ്പോൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ സേഫ്റ്റി സ്ട്രിപ്സ് ഉണ്ട്. അത് ഈ അമ്മയും കുട്ടിയും കൂടി ബന്ധിപ്പിച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ അവിചാരിതമായി ഒരു ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ തന്നെയും ഈ കുട്ടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സേഫ്റ്റി സ്ട്രിപ്സ് ഉണ്ടായിരിക്കുമ്പോൾ ആ ആഘാതത്തിൽ നിന്നും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല, കുട്ടി സേഫായിരിക്കും. സോ എപ്പോഴും കുഞ്ഞുങ്ങളെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ അമ്മമാർ ഈ ഒരു സേഫ്റ്റി സ്ട്രിപ്സ് അതെല്ലായിടത്തും അവൈലബിളാണ്. അത് വാങ്ങിയത് ഉപയോഗിക്കുക. ഒട്ടും അതിൽ അമാന്തിക്കരുത്. എത്ര കണ്ട് നമ്മൾ സുരക്ഷിതമായി പോകുന്നു അത്രയും നമ്മൾ സേഫായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫും വളരെ സുരക്ഷിതമായി എത്തിക്കുന്നതിൽ നാം വളരെ ശ്രദ്ധിക്കണം. തിരക്ക് പിടിച്ച് നാം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് സാവധാനം ചെയ്യണമെങ്കിൽ അത് കുറച്ച് മുൻപേ തുടങ്ങി വയ്ക്കണം. എല്ലാ അമ്മമാരും ഇതൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും വളരെ ശ്രദ്ധിക്കുക.
അമ്മമാർ കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ ഈ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കും. ഈ കുഞ്ഞുങ്ങൾ ഇത് തന്നെയായിരിക്കും നാളെയും ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.